ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 85. രാവിലെ 9 മണി കഴിയണം ട്രെയിനിങ് തുടങ്ങുവാൻ. പതിവ് പോലെ തന്നെ അന്ന് 6 മണിക്ക് മുൻപ് തന്നെ മഹാദേവൻ എഴുന്നേറ്റിരുന്നു. ഡേവിഡ് സാറിന് ശല്യമൊന്നും ആകാത്ത വിധത്തിൽ വളരെ ശ്രദ്ധയോടെ തട്ടലും മുട്ടലും ഒന്നും കേൾപ്പിക്കാതെ തന്നെയാണ് മാറുവാനുള്ള തുണിയുമായി അവൻ ബാത്റൂമിലേക്ക് കയറിയതും കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും ഒക്കെ. പിന്നീടൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലാത്തത് കൊണ്ടാവാം മഹാദേവൻ തൻ്റെ ബെഡിലിരുന്നു കൊണ്ട് ഫോണിലേക്ക് മുഖം പൂഴ്ത്തിയത്. വാട്സപ്പിൽ അമ്മ രാത്രി അയച്ചു തന്ന വൈശാഖിയുടെയും അച്ഛൻ്റെയും വീഡിയോ അവൻ വീണ്ടും എടുത്ത് കാണുവാനായി തുടങ്ങി. തലേ ദിവസം രാത്രി മിനിമം 10-12 പ്രാവശ്യം കണ്ട വീഡിയോ ആണത്. എന്നിട്ടും അത് കാണുവാൻ വീണ്ടും വീണ്ടും അവന് തോന്നി. പെണ്ണ് പൊളിയായിട്ടാണ് അച്ഛൻ്റെ കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്നത്. താനില്ലാതെ ഇല്ലാത്തതിൻ്റെ സ്വാതന്ത്ര്യവും കാണും. വീഡിയോ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവളെ ഒരു നോക്ക് കാണുവാനുള്ള ആഗ്രഹം മഹാദേവന് പൊടുന്നനെ കലശലായി. രാവിലെ ഇവിടുന്ന് ട്രെയിനിങ്ങിന് പോയാൽ പിന്നെ ഉച്ച നേരത്തെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം വേണ്ടെന്ന് വിചാരിച്ചെങ്കിലും അവൻ്റെ ചൂണ്ടുവിരൽ വൈശാഖിയുടെ നമ്പറിന് മുകളിലേക്ക് നീണ്ടുപോയി. കോള് പോകുന്നെന്ന് കണ്ടതും അവൻ വാതിൽ ചാരിയിട്ടിട്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. ഹലോ. 1-2 പ്രാവശ്യം റിങ് അടിച്ചു കഴിഞ്ഞതും മറുവശത്തു നിന്നും പതിഞ്ഞ ഒരു ശബ്ദം അവൻ്റെ ചെവിയിൽ വന്ന് പതിച്ചു. ഇന്നലെ കാറി കൂവി ബഹളം വെച്ച് ഡാൻസ് കളിച്ചവൾക്ക് എന്നോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് വോക്കൽ കോഡിന് പ്രശ്നം വരുന്നത്. ചെക്കൻ പരിഭവത്തോടെ മനസ്സിലോർത്തു. നീ എന്തു ചെയ്യുന്നു? മഹാദേവൻ പക്ഷേ ഒന്നും മനസ്സിൽ വെക്കാതെ ചോദിച്ചു. ഞാൻ ഒരുങ്ങുമായിരുന്നു. വീണ്ടും നേർത്ത ശബ്ദം അവളിൽ നിന്ന് എത്തി. എന്നിട്ട് ഒരുങ്ങിയോ? പ്രണയം ഉള്ളിൽ തിങ്ങി നിന്നതുകൊണ്ട് അവൻ്റെ സംസാരത്തിൽ ആ ആർദ്രതയായിരുന്നു. ഇത്തവണ അവളിൽ നിന്നും മറുപടിയായി ഒരു മൂളിച്ച കിട്ടി. ഏത് ഡ്രസ്സായിട്ടെ? ഇനി എന്താണ് ചോദിക്കാൻ അറിയില്ലാത്തത് കൊണ്ട് അവനൊരു വിഷയം ഉണ്ടാക്കി ചോദിച്ചു. മഞ്ഞ ചുരിദാറാ. അവളുടെ നേർത്ത ശ്വാസം പോലും അവൻ്റെ കാതോരം വന്നു പതിയുന്നുണ്ടായിരുന്നപ്പോൾ. സത്യം? അവൻ വെറുതെ പെണ്ണിനെ ചൂടാക്കാൻ നോക്കി. സാർ അതിടാനല്ലേ എന്നോട് പറഞ്ഞേ? പെണ്ണിൽ പരിഭ്രമമായിരുന്നു ആ നേരം. അതെയോ? അവളുടെ സംസാരം കേൾക്കുവാനായി പെണ്ണിനോട് കുറുമ്പോടെ ചോദിച്ചു മഹാദേവൻ. പുതിയ ഭാവങ്ങൾ, പുതിയ വികാരങ്ങൾ, പുതിയ സംസാരങ്ങൾ, അവനെല്ലാം അപ്പോൾ പുതുമയുള്ളതായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഒരാളോടുള്ള ഇഷ്ടത്തിൻ്റെ ആഴം അറിയണമെങ്കിൽ അവർ നമ്മളിൽ നിന്ന് അകന്നിരിക്കണമല്ലോ. സത്യം സാർ, ഞാൻ വേണേ സാറിന് ഫോട്ടോ അയച്ചു തരാം. അവൻ്റെ ശരിക്കുള്ള അസുഖം മനസ്സിലാവാത്തത് കൊണ്ടാവാം അപ്പം തന്നെ വൈശാഖി അവൻ്റെ വാട്സപ്പിലേക്ക് ഒരു സെൽഫി എടുത്ത് അയച്ചു കൊടുത്തത്. മഹാദേവൻ തനിക്ക് വന്ന നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ ആർത്തിയോടെ തുറന്നു നോക്കി. മഞ്ഞ അനാർക്കലി ചുരിദാറിൽ ഒരു ദേവതയെപ്പോലെ നിൽക്കുന്ന പെണ്ണിനെ കണ്ടവൻ അത്ഭുതപ്പെട്ട് നിന്നുപോയി. മഞ്ഞ നിറത്തിലുള്ള പൊട്ടുകുത്തി, കണ്ണിൽ കരിയെ എഴുതി, നെറുകിയിൽ സിന്ദൂരവും അണിഞ്ഞ്, തലനിറച്ചും പൂവും ചൂടി, കഴുത്തിൽ ഒരു നെറ്റിച്ചുട്ടിയും താലിമാല അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന പെണ്ണൊരുവൾ. അവളെ കണ്ണു ചിമ്മാതെ ഒരു നിമിഷം നോക്കി നിന്നുപോയി മഹാദേവൻ. കണ്ടോ കണ്ടോ സാർ, ഞാൻ സത്യമല്ലേ പറഞ്ഞേ? അപ്പുറത്തു നിന്നും പരിഭവത്തോടെയുള്ള സംസാരം ബ്ലൂടൂത്തിൽ കൂടി അവൻ കേട്ടു. അവൻ്റെ മനസ്സ് നിറഞ്ഞു. ആ ഒരുവളെ ഒന്ന് നേരിട്ട് കാണാൻ കണ്ണുകൾ തുടിച്ചു. പക്ഷേ ഇതിപ്പോൾ ഇട്ടതാണെന്ന് ഞാനെങ്ങനെ വിശ്വസിക്കും? അവളെ ഒരു നോക്ക് കാണാൻ കൊതിച്ചവൻ വായിൽ വന്ന നുണയങ്ങ് തട്ടിവിട്ടു. ഞാൻ സത്യ സാറേ പറഞ്ഞേ. അവളുടെ പറച്ചിൽ ചെറിയൊരു ചിണുക്കത്തിലേക്കും കടന്ന് ചെക്കൻ ചിരിച്ചു പോയിരുന്നു. നീ സത്യമാണ് പറഞ്ഞതെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും വൈശാഖി? ഒരു ചെറുചിരിയോടെ അവൻ വീണ്ടും അവളെ ഇട്ട് കളിപ്പിക്കാൻ തുടങ്ങി. ഞാൻ വീഡിയോ കോൾ ചെയ്യാം, അപ്പോൾ സാറിന് വിശ്വസിക്കാമല്ലോ ഞാൻ പറഞ്ഞത് കള്ളല്ലെന്ന്. പരിഭവത്തോടെ അത്രയും പറഞ്ഞിട്ട് വൈശാഖി തന്നെ ഫോണ് കട്ട് ചെയ്തു. മഹാദേവന് ചിരി വന്നുപോയി. അവൻ തൻ്റെ ഫോണിലേക്ക് അവളുടെ വിളിക്കായി ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു. വൈശാഖി കോളിംഗ് എന്ന സ്ക്രീനിൽ തെളിഞ്ഞ ഉടൻ തന്നെ ആർത്തിയോടെ അവന് വീഡിയോ കോൾ എടുത്തു. ഇപ്പോൾ വിശ്വാസമായോ സാറിന്? സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്നവളിൽ നിന്നും വന്ന ചോദ്യം അവൻ കേട്ടില്ല. പകരം അവളുടെ മുഖത്തെ കൊതിയോടെ മനസ്സിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സാർ. അവൻ്റെ ആ തുറച്ചു നോക്കിയുള്ള നിൽപ്പ് കണ്ടിട്ടാവാം വൈശാഖി അവനെ വീണ്ടും വിളിച്ചത്.
വിശ്വാസമായി. കണ്ണുപോലും ചിമ്മാതെ അവളെ നോക്കിക്കൊണ്ടായിരുന്നു ചെക്കൻ അത് പറഞ്ഞത്. അവൾ തലയാട്ടി സമ്മതിച്ചു. പിന്നീട് അവർക്കിടയിൽ കുറച്ചു നേരം മൗനം തളം കെട്ടി. മഹാദേവൻ അവളെ ആർത്തിയോടെ നോക്കുന്ന തിരക്കിലായിരുന്നുവെങ്കിൽ വൈശാഖി അവൻ്റെ മുൻപിൽ വളരെ ഭവ്യതയോടെയാണ് നിന്നത്. നീ വല്ലതും കഴിച്ചോ? ഇങ്ങനെ സ്വയം മറന്ന് നിന്നുപോയാൽ വൈശാഖി എന്ത് കരുതുമെന്ന് തോന്നിയതും അവനൊരു സംസാരത്തിന് തുടക്കമിട്ടു. ഇല്ല, ഇത്രയും നേരം ഒരുങ്ങുമായിരുന്നു. ലക്ഷ്മി അമ്മ ഇഡ്ഡലി ആക്കുന്നേ ഉള്ളൂ, അവൾ ബഹുമാനത്തോടെ പറഞ്ഞു. കഴിച്ചിട്ട് പൊയ്ക്കോ, അവിടെ ചെന്ന് തുള്ളാനുള്ളതല്ലേ. ആ ചോദ്യത്തിൽ സ്ക്രീനിലുള്ളവളുടെ കണ്ണുകളിലെ പതറിച്ച മഹാദേവൻ വളരെ വ്യക്തമായി കണ്ടിരുന്നു. അവന് വീണ്ടും ചിരി പൊട്ടി. അത് പിന്നെ ബാലു പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചപ്പോൾ പെണ്ണെന്തൊക്കെയോ പറഞ്ഞ് ഉരുണ്ട് കളിക്കുവാനായി ശ്രമിക്കുന്നുണ്ട്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ വൈശാഖി. പോയി അമ്മായപ്പനും മരുമോളും കൂടി അടിച്ചു പൊളിച്ചു വാ. അവൻ ചിരിച്ചു. വൈശാഖിക്ക് അവൻ്റെ ചിരി കണ്ടതും കുറച്ച് സമാധാനമായി. സാർ എപ്പോഴാ വരുന്നേ? അവൾ ഇടയിൽ കയറി എപ്പോഴോ തിരക്കി. കാരണം ആ ഒരുവനെ കാണാതെ അവൾക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. നാളെ രാത്രി അല്ലെങ്കിൽ മറ്റന്നാൾ വെളുപ്പിനെ, അവൻ പറഞ്ഞു. അപ്പോൾ റിസപ്ഷനും സാറ് കാണത്തില്ലല്ലേ? ഒരു നിമിഷം കൊണ്ട് പെണ്ണിൻ്റെ മുഖം വീണ്ടും വീർത്തു. ഇല്ല, വരാൻ പറ്റില്ല. ഉള്ളിലുള്ള സങ്കടം പുറത്തേക്ക് കാട്ടാതെ അവൻ പൊടുന്നനെ ഗൗരവഭാവം എടുത്തണിഞ്ഞു. വൈശൂ! പെട്ടെന്ന് ലക്ഷ്മി വൈശാഖിയെ വിളിക്കുന്ന ശബ്ദം മഹാദേവനും കേട്ടിരുന്നു. കഴിക്കാൻ വിളിക്കുന്നതായിരിക്കും, നീ പൊയ്ക്കോ. മഹാദേവൻ അവൾക്ക് പോകാൻ സമ്മതം കൊടുത്തു. എന്നിട്ടും ഫോൺ വയ്ക്കാതെ അവനെ നോക്കിക്കൊണ്ട് 1-2 നിമിഷങ്ങൾ കൂടി പെണ്ണ് നിന്നു. ഞാൻ വിളിക്കുമ്പോൾ കോൾ എടുത്തോണം, അതുകൊണ്ട് ഫോൺ കയ്യിൽ തന്നെ വെച്ചോ. ക്ലാസ്സിലിരിക്കുമ്പോൾ എനിക്ക് ഫോണിൽ സംസാരിക്കാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല. താൻ ഫോൺ വയ്ക്കാതെ ഇരുന്നാൽ അവൾ വെച്ചിട്ട് പോയില്ലെന്നോ മഹാദേവൻ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും പറഞ്ഞിട്ട് ദേവൻ സങ്കടത്തോടെ കോള് കട്ട് ചെയ്തു. നിന്നുപോയ വീഡിയോ കോളിലേക്ക് നോക്കിക്കൊണ്ട് ഇരുവരും ഒരുപോലെ സങ്കടപ്പെട്ടു നിന്നു. കല്യാണം അടിപൊളിയായിട്ട് തന്നെ നടന്നു. അതിനുശേഷമുള്ള ബാലുവിൻ്റെയും വൈശുവിൻ്റെയും ഡാൻസ് അതിലും കേമമായിരുന്നു. ചെക്കനും പെണ്ണും വരെ അവരുടെ ഡാൻസ് കണ്ട് എഴുന്നേറ്റ് എന്ന് കൈയടിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. സിദ്ധാർത്ഥിൻ്റെ വീട്ടുകാരും കല്യാണത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിയെയും പത്മത്തിനെയൊക്കെ ബാലു തന്നെയാണ് സിദ്ധാർത്ഥിൻ്റെ വീട്ടുകാരെ പരിചയപ്പെടുത്തി കൊടുത്തത്. സിദ്ധാർത്ഥിൻ്റെ അമ്മയ്ക്ക് വൈശുവിനെ കണ്ടപ്പോൾ ചെറിയൊരു നഷ്ടബോധം തോന്നിയെങ്കിലും അവരത് പുറത്തു കാണിച്ചിരുന്നില്ല. മംഗലത്ത് വീട്ടുകാരോട് വളരെ സ്നേഹത്തോടെ തന്നെ പെരുമാറി. വിവാഹ സദ്യയും കഴിഞ്ഞ് ബന്ധുക്കൾ എല്ലാവരോടും കുശലം ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പലരും വന്ന് പത്മത്തിനോട് അവരുടെ അടുത്തിരുന്ന വൈശാഖിയെക്കുറിച്ച് തിരക്കിയത്. വൈശാഖി മഹാദേവൻ്റെ ഭാര്യയാണെന്ന് പത്മാവതി പറഞ്ഞതും ആരെയും അറിയിക്കാതെ അവൻ്റെ വിവാഹം നടത്തിയോ എന്നുള്ള പരാതിയായിരുന്നു പിന്നീട് അങ്ങോട്ട് അവർ കേട്ടത്. ഒടുക്കം വൈശുവിൻ്റെ വീട്ടിലെ അവസ്ഥ ചെറിയ രീതിയിൽ എല്ലാവരോടും പറഞ്ഞതുകൊണ്ട് മാത്രം അത് പിന്നീടൊരു പിണക്കത്തിലേക്ക് പോയില്ല. വൈശാഖിയെ പത്മത്തിൻ്റെ വീട്ടുകാർ അവിടുത്തെ കുട്ടിയായിട്ട് തന്നെ പിന്നീടങ്ങ് അംഗീകരിച്ചു. ഇങ്ങനൊരു ആഘോഷത്തിൽ ആദ്യമായിട്ട് പങ്കെടുത്തത് കൊണ്ട് തന്നെ വൈശു ഭയങ്കര സന്തോഷത്തിലായിരുന്നു. മഹാദേവൻ അടുത്തില്ല എന്നൊരു കുറവൊഴിച്ചാൽ അവൾ അവിടെ ഓരോ നിമിഷവും ആസ്വദിക്കുകയായിരുന്നു. അവൾക്ക് കൂട്ടിനായി ബാലുവും വീട്ടുകാരും കൂടെ തന്നെ നിന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സദ്യയും കഴിച്ച് എല്ലാവരും അവരുടെ വീടുകളിലേക്ക് പോകുവാനായി തുടങ്ങിയപ്പോഴാണ് മംഗലത്ത് വീട്ടുകാരും പോകുവാനായി തയ്യാറായത്. എനിക്കിവിടെ കല്യാണ വീട്ടിൽ കുറച്ച് പണിയും കൂടെ ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് പൊയ്ക്കോളൂ, വൈശു കാറെടുക്കും. വീട്ടുകാർ പോകുവാനായി ഇറങ്ങുന്നു എന്നറിഞ്ഞതും ബാലു അവരുടെ അരികിലേക്ക് ഓടിയെത്തി. അപ്പോൾ ബാലു എങ്ങനെ വരും? വൈശാഖി സംശയത്തോടെ തിരക്കി. ഞാൻ ഇനി രാത്രിയിലേ വരൂ കൊച്ചേ, ചെക്കൻ്റെ വീട്ടിൽ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. പോക്കറ്റിൽ കിടന്ന വൈശാഖിയുടെ കാറിൻ്റെ താക്കോലെടുത്ത് അവൾക്ക് നേരെ നീട്ടിയിട്ട് ബാലു പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് ഇത്തിരി അകന്നു മാറി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി എടുത്തുകൊണ്ട് അവരുടെ മുൻപിലായി കൊണ്ടുവന്നിട്ടു. വിഷ്ണു കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നപ്പോൾ പത്മാവതിയും ലക്ഷ്മിയും പിന്നിലത്തെ സീറ്റിലാണ് ഇരുന്നത്. എടാ പാക്കര, വേഗം വരാൻ നോക്ക്. യാത്ര പറയുന്നതിനിടയിൽ പത്മം ഭാസ്കരനോട് വിളിച്ചു പറഞ്ഞു. വന്നേക്കാം, നിങ്ങൾ വിട്ടോ. അയാൾ ഒരു ചിരിയോടെ കൈവീശി കാട്ടിയതും
വൈശു തലയാട്ടി സമ്മതം അറിയിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടേക്കെടുത്തു. അമ്പലത്തിൽ നിന്നും വെറും 20 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മംഗലത്ത് വീട്ടിലേക്ക്. വണ്ടി കൊണ്ടുപോയി വൈശാഖി മുറ്റത്ത് പാർക്ക് ചെയ്തതും എല്ലാവരും അതിൽ നിന്ന് ഇറങ്ങി. മണി 4 കഴിഞ്ഞേ ഉള്ളൂ. എല്ലാവരും ഇത്തിരി നേരം ഒന്ന് കടന്നോ. വിളക്ക് കത്തിക്കാറാകുമ്പോഴേക്കും എഴുന്നേറ്റാൽ മതി. വീട് തുറന്ന് അകത്തേക്ക് കയറുന്നതിനിടയിൽ ലക്ഷ്മി എല്ലാവരെയും നോക്കിക്കൊണ്ട് നിർദ്ദേശിച്ചു. ക്ഷീണം സഹിക്കാൻ വയ്യാത്തതുപോലെ തോന്നിയതുകൊണ്ട് അപ്പോൾ തന്നെ വൈശാഖി മഹാദേവൻ്റെ മുറിയിലേക്ക് ഓടിയിരുന്നു. ഉടുപ്പ് പോലും മാറ്റാതെ ബെഡിലേക്ക് കയറി കിടക്കുമ്പോൾ മഹാദേവൻ ഇല്ലാത്ത ആ മുറി അവളിൽ പൊടുന്നതിന് സങ്കടം ഉണ്ടാക്കി. പെണ്ണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഒന്ന് കണ്ടിരുന്നെങ്കിൽ. ചുണ്ടുകൾ വിതുമ്പുമ്പോഴും അവൾ ഒച്ചയുണ്ടാക്കാതെ പെറുപെറുത്തു. തലയണയ്ക്കടിയിൽ വെച്ചിരുന്ന ഫോൺ എടുത്ത് അതിൽ മഹാദേവൻ്റെ കോളുകൾ വല്ലതും വന്നോ എന്നവൾ തിരഞ്ഞു. പക്ഷെ കോൾ ലോഗിൽ അവൻ്റെ ഒരു കോള് പോലും ഇല്ലെന്ന് കണ്ടതും അവൾക്ക് വീണ്ടും സങ്കടമായി. വാട്സപ്പിൽ അയച്ചു കൊടുത്ത തൻ്റെയും ബാലുവിൻ്റെയും ഡാൻസിൻ്റെ വീഡിയോയ്ക്ക് ബ്ലൂടിക്കുണ്ട്. പക്ഷെ ഒരു ഇമോജി പോലും മറുപടിയായിട്ട് വന്നിട്ടുമില്ല. ദേഷ്യവും സങ്കടവും നിരാശയും എല്ലാം കൂടി വന്നിട്ട് വൈശാഖി പൊട്ടിക്കരഞ്ഞുപോയി. പക്ഷെ തലേ ദിവസം രാത്രി അവനില്ലായ്മ കാരണം ഉറക്കമില്ലാതെ കിടന്നവളുടെ കണ്ണുകൾ അവൾ അറിയാതെ തന്നെ അടഞ്ഞുപോയിരുന്നു. ആ ഉറക്കമുറങ്ങിയ വൈശാഖി കണ്ണുകൾ തുറന്നത് തുടർച്ചയായി അടിക്കുന്ന ഫോണിൻ്റെ റിംഗ് ട്യൂൺ കേട്ടുകൊണ്ടായിരുന്നു. പൊടുന്നനെ ഞെട്ടി എഴുന്നേറ്റ് കട്ടിലിരുന്നവൾക്ക് 1-2 നിമിഷങ്ങൾ കൂടി വേണ്ടി വന്നു സ്വബോധത്തിലേക്ക് എത്തുവാനായി. അപ്പോഴേക്കും അടിച്ചുകൊണ്ടിരുന്ന ഫോൺ നിന്നു പോവുകയും ചെയ്തിരുന്നു. എന്തോ ഓർമ്മയിൽ വന്നതുപോലെ വൈശാഖി അപ്പോൾ തന്നെ ഫോൺ എടുത്ത് സ്ക്രീൻ ലോക്ക് അഴിച്ചു മാറ്റി. ശേഷം കോൾ ലോഗ് നോക്കിയവളുടെ കണ്ണുകൾ ഒരു നിമിഷം അമ്പരപ്പോടെ മിഴിഞ്ഞു വന്നു. സാറിൻ്റെ 15 മിസ് കോളുകൾ, അതും 7 മണി തൊട്ടുള്ളത്. അവൾ പൊടുന്നനെ ഫോണിൽ സമയം നോക്കി. മണി 9:30 കഴിഞ്ഞിരിക്കുന്നെന്ന് കണ്ടതും അവൾ പേടിയോടെ മഹാദേവൻ്റെ മിസ് കോളിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. അവൾക്കവനെ തിരിച്ചു വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മഹാദേവൻ വഴക്കു പറയേ എന്നുള്ള പേടി കൊണ്ട് പെണ്ണ് തളർന്നുപോയി. ഒരു നിമിഷം കഴിഞ്ഞതും വീണ്ടും ദേവൻ്റെ കോൾ അവളുടെ ഫോണിലേക്ക് വന്നു. ഇത്തവണ പേടിയോടെയാണെങ്കിലും അവൾ ആ കോൾ എടുത്ത് ഫോൺ ചെവിയോരം ചേർത്ത് പിടിച്ചു. നീ എവിടെ പോയി കിടക്കുമായിരുന്നു വൈശാഖി? വൈശാഖി ഹലോ പറയുന്നതിന് മുൻപേ തന്നെ മഹാദേവൻ്റെ അലർച്ചയായിരുന്നു അവളുടെ ചെവിയിൽ വന്നത് പതിച്ചത്. അത് സർ, ഞാൻ... പെണ്ണെന്തോ പറയുവാനായി തുടങ്ങിയതും അവളെ തുടർന്ന് സംസാരിക്കാൻ അനുവദിക്കാതെ ദേവൻ്റെ അലർച്ച വീണ്ടും അവളെ തേടിയെത്തി. എത്ര നേരം കൊണ്ട് ഞാൻ കടന്ന് വിളിക്കുക, മനുഷ്യനെ വെറുതെ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി. നീ ഒരു കാര്യം ചെയ്യേ, നിന്റെ കയ്യിലിരിക്കുന്ന ഫോൺ കൊണ്ടുപോയി പല പറമ്പിലും എറിഞ്ഞു കളേ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ആർക്കും ഉപകാരവും ഇല്ല. വായിൽ വന്നത് മുഴുവനും ആ പെണ്ണിനെ വിളിച്ചു പറഞ്ഞിട്ടും മഹാദേവൻ്റെ ദേഷ്യം അപ്പോഴും തീരുന്നില്ലായിരുന്നു. അതുവരെ അനുഭവിച്ച ടെൻഷൻ അവനെ ആകെപ്പാടെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു എന്ന് വേണം പറയുവാൻ. ഉച്ചയ്ക്ക് വൈശാഖിയെ വിളിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് എന്തൊക്കെയോ പേപ്പർ വർക്കേഴ്സ് വേണമെന്നും പറഞ്ഞ് അവിടെയുള്ളവർ വിളിച്ചുകൊണ്ട് പോയത്. അതും തീർത്തിട്ട് കഴിക്കുവാനായി ഇരുന്നപ്പോഴേക്കും മണി 2 കഴിഞ്ഞിരുന്നു. ലഞ്ച് കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത ക്ലാസ് ആരംഭിക്കുന്ന സമയമായതുകൊണ്ട് പിന്നെ ആരെയും വിളിക്കുവാനുള്ള സമയവും കിട്ടിയില്ല. ക്ലാസ് എല്ലാം കഴിഞ്ഞ് ചായയും കുടിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് വന്നപ്പോൾ മണി 6:45. ചെന്ന ഉടനെ തന്നെ വൈശാഖിക്ക് കോൾ ചെയ്തു. അവൾ എടുത്തില്ല. തിരക്കിലായിരിക്കുമെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് കുളിക്കാനായി പോയത്. കുളി കഴിഞ്ഞിട്ടും താൻ അവളെ വീണ്ടും വിളിച്ചു. അപ്പോഴും അവൾ കോൾ എടുക്കാതെ ഇരുന്നപ്പോഴാണ് അമ്മയുടെ ഫോണിലേക്ക് താൻ വിളിച്ചത്. അതോ സ്വിച്ച് ഓഫും. ഒരാവശ്യത്തിന് വിളിക്കുമ്പോൾ എവിടെ തൊട്ടാലും പ്രശ്നങ്ങളാണെന്ന് പറയുന്നത് പോലെയായിരുന്നു പിന്നീട് തൻ്റെ കാര്യങ്ങൾ. വീട്ടിൽ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കാതെ ആയപ്പോഴാണ് നേരെ അച്ഛനെ വിളിച്ചത്. ഭാഗ്യത്തിന് അച്ഛൻ കോളി എടുത്തു. ആൾ കല്യാണച്ചക്കൻ്റെ വീട്ടിലാണെന്നെങ്കിലും തിരിച്ച് മംഗലത്തേക്ക് പോകുവാൻ പാതിരാത്രി കഴിയുമെന്നും ഒക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വൈശാഖിയുടെ ഫോണിലേക്ക് അപ്പോൾ തൊട്ട് വിളിക്കുന്ന വിളിയാ. പെണ്ണ് കോൾ എടുത്തില്ലെങ്കിൽ അപ്പോൾ തന്നെ അച്ഛനെ വിളിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ തുടങ്ങിയ സമയത്താണ് വൈശാഖി ഫോൺ എടുക്കുന്നത്. അതും ഇങ്ങനെയായി. സോറി സാർ, ഞാൻ ഉറങ്ങിപ്പോയതാ. എന്നെ ഒന്നും പറയല്ലേ. ഇന്നലെ ഒറ്റയ്ക്കാ കിടന്നേ. സാറില്ലാത്തോണ്ട് രാത്രി ഉറങ്ങിയില്ല. അതുകൊണ്ടാ ഉറങ്ങിപ്പോയെ. അവൻ്റെ വഴക്കിനെയും കേൾക്കാൻ ത്രാണിയില്ലാത്തതുപോലെ അവൾ കരയുവാനായി തുടങ്ങി. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ. പിന്നെയുണ്ടല്ലോ, നിങ്ങൾ
ഏകദേശം ഒരു 10K-യോളം ആൾക്കാർ എൻ്റെ സ്റ്റോറി വായിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ആകെ ഫോളോവേഴ്സിൻ്റെ എണ്ണമെന്ന് പറഞ്ഞാൽ 3000-ൽ ചില്ലറയാണ്. അപ്പോൾ ഈ വായിക്കുന്ന ആൾക്കാരെ ദയവ് ചെയ്ത് എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ പോട്ടെ, ബൈ ബൈ.